പിന്നെ എങ്ങനെയാ ചിന്നു കല്യാണം നടത്തുന്നേ? അത് ഞാൻ ചോദിച്ചു. അപ്പാപ്പനെ തീരുമാനിച്ച് എങ്ങനെയായാലും ഞായറാഴ്ച കല്യാണം നടത്തണം എന്ന്. ഇനിയിപ്പം നമ്മൾ അതൊന്നും നോക്കണ്ട. ശനിയാഴ്ച വൈകിട്ട് മൂത്തവർക്കെല്ലാം വെറ്റില വെച്ച് അനുഗ്രഹം വാങ്ങാം. എന്നിട്ട് ഞായറാഴ്ച പുലർച്ചെ ഇവിടുന്ന് ഇറങ്ങാം. വേണ്ട, എനിക്ക് നിന്നെ കെട്ടണ്ട. കരുമ, ചിന്നു, നീരേറ്റുകാർ വലിയ മുതലാളിമാരാ. നമ്മളെന്നും പാവങ്ങളാ, ആദിവാസികൾ. നമ്മുടെ ഊരിലെ പാവങ്ങൾക്ക് ഒരു ഉത്സവമാണ് നമ്മുടെ കല്യാണം. ചാറ്റും പാട്ടും നൃത്തവും കോലം തുള്ളലും എല്ലാം വേണം. മൂപ്പനെയും മുത്തിയും മുന്നിൽ നിർത്തി എല്ലാം ഇവിടെ ഈ കാട്ടി വെച്ച് തന്നെ വേണം. കരിമ, ഇക്കാര്യത്തിൽ ഇനി ഒരു കടുംപിടുത്തം നീ പിടിക്കരുത്. നിനക്കറിയാലോ എൻ്റെ അപ്പാപ്പനെ. ആ മനസ്സ് നോവിക്കാൻ എനിക്ക് പറ്റുകയില്ല. നമ്മുടെ കല്യാണം കൊട്ടും കൊരവയില്ലാതെ നീരേറ്റി വെച്ച് തന്നെ നടത്തിയാൽ മതി. ചിന്നു, നിന്റെ മനസ്സിൽ ഇപ്പോഴും വലിയ വീട്ടിലെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെയാണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, നീയും നിന്റെ അപ്പാപ്പനും വിചാരിക്കുന്ന പോലെ കല്യാണവും കഴിഞ്ഞ് ആ പഴയ നീരേറ്റ് തറവാട്ടി കുടിയിരിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. വേണ്ട, നമുക്ക് തറവാടും വേണ്ട, പണവും വേണ്ട. പക്ഷേ അപ്പാപ്പന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. നീ അതേ പറയൂ. നിന്റെ ചോര നീരേറ്റ് മഹേശ്വരൻ പിള്ളയുടെ അല്ലേ, പാവപ്പെട്ട ആദിവാസികളുടെ അല്ലല്ലോ. നിർത്ത്, മതി. ഞാൻ നീരേറ്റ് മഹേശ്വരൻ പിള്ളയുടെ മകള് തന്നെയാ. പക്ഷെ കള്ളപ്പണക്കാരനും ചതിയനുമായി എന്റെ അപ്പനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത് ആരാ? ഞാനാ, ഈ ചിന്നു. നീ മഹേശ്വരൻ പിള്ളയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നവനാ. അറിഞ്ഞോ അറിയാതെയോ അയാളുടെ കള്ളപ്പണം പറ്റുകയും ചെയ്തു. കരിമ, ഈ ചിന്നു ആരാണെന്ന് നിനക്കറിയില്ല ഇപ്പോഴും. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾക്കറിയാം. നീരേറ്റ് തറവാട്ടിൽ വെച്ച് എന്റെ കല്യാണം നടന്നു എന്നറിഞ്ഞ് അവര് സന്തോഷിക്കുകയുള്ളൂ. എന്നെ ഇനിയെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു താലി ചരടുമായി നീ നീരേറ്റ് തറവാട്ടിലെത്തണം. എന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇല്ലെങ്കിൽ അമ്മച്ചി ഇവിടെ തലവേദനയായിട്ട് കിടക്കുക. അൽഫോൺസ് അച്ഛൻ വന്നിരുന്നു ഇവിടെ. ആ, അടഞ്ഞ അധ്യായം പിന്നെയും കുത്തി തുറക്കാൻ വേണ്ടി വന്നതാ. ടീനയുടെ കുഞ്ഞിന്റെ കാര്യം പറയാൻ. സത്യം പറഞ്ഞ അച്ഛൻ നിർബന്ധിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന തന്നെ. അമ്മച്ചി അച്ഛനെ വഴക്കു പറഞ്ഞെന്നും പറഞ്ഞു. നോക്ക് ബോബൻ, ടീനയുടെ ഇപ്പോഴത്തെ അവസ്ഥ അൽഫോൺസ് അച്ഛനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛനെ മാത്രമല്ല, എന്നെയും. സെലീന എന്താ പറഞ്ഞു വരുന്നേ? റിച്ചിയുടെ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്തണമെന്നോ? ഏയ്, അങ്ങനെ പറയാൻ എനിക്കെന്താ അധികാരം? പക്ഷേ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണ്ടേ ബോബൻ? ആ കുഞ്ഞിന്റെ ഭാവി, ടീനയുടെ അവസ്ഥ. അത് മാത്രമല്ല, ആ കുഞ്ഞിനെ കുറെ കാലം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ച ബോബന്റെ മനസ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് ശരിയായ തീരുമാനമെന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്കും പറ്റുന്നില്ല. വേണമെങ്കിൽ കുഞ്ഞിവിടെ വളർന്നാലുണ്ടാകുന്ന അവസ്ഥയും പ്രശ്നങ്ങളും ബോബന് ഭാവനയിൽ കണ്ടു നോക്കാം, ഒരു സിനിമ പോലെ. കൂടുതൽ നന്മയും സന്തോഷവും അതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ സ്വീകരിക്കുന്നല്ലേ നല്ലത്. സെലീനയ്ക്ക് സമ്മതമാണോ അത്? എന്റെ സമ്മതം എന്തിനാ ഇക്കാര്യത്തിൽ? തീരുമാനം എടുക്കേണ്ടത് ബോബനും അമ്മച്ചിയും കൂടെയല്ലേ? അതെ, പക്ഷേ കുറച്ചു കാലം നീയും സ്നേഹിച്ചല്ലേ ആ കുഞ്ഞിനെ. അപ്പോ ഒരു അഭിപ്രായം പറയാൻ നിനക്ക് കഴിയും. കഴിയും. എന്റെ കൂടെ എന്റെ വീട്ടിൽ വളർത്തുന്ന കാര്യമാണെങ്കിൽ ഞാൻ അഭിപ്രായം പറയും. പക്ഷേ അങ്ങനല്ലല്ലോ. അതുകൊണ്ട് നന്നായി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് ബോബൻ തന്നെ. അതും ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരെന്നേ ഞാൻ പറയൂ. ബോബൻ ടീനെ ചെന്ന് കാണണം, റിച്ചിയെ കാണണം, അച്ഛൻ്റെ ആവശ്യം പറയണം, ചർച്ച ചെയ്യണം. അങ്ങനെയൊക്കെ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, എല്ലാത്തിനും വ്യക്തമായ രേഖയും വേണം. ഞാനൊന്ന് അമ്മച്ചിയെ കണ്ടിട്ട് വരാം. അമ്മച്ചി,
മോളോ? വേണ്ട, അമ്മച്ചി കിടന്നു. ഇപ്പൊ കുറവുണ്ട് മോളെ. ബോബനില്ലായിരുന്നോ അപ്പുറത്ത്? ഉണ്ട്. സംസാരിച്ചിട്ടാ ഞാൻ വന്നേ. അവൻ എന്നതാ പറഞ്ഞേ? ആ കൊച്ചിന്റെ കാര്യാന്നോ? ആ, അതും സംസാരിച്ചു. എന്നതാ? അങ്ങനൊന്നുമില്ല അമ്മച്ചി. അൽഫോൺസ് അച്ഛന്റെ ആവശ്യം പറഞ്ഞു, അത്ര തന്നെ. അച്ഛനിത് എൻ്റെ അടുത്തും പറഞ്ഞതാ, ബോബനോട് സംസാരിക്കാൻ. അല്ലേ, ഈ അച്ഛൻ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലേ? ഇതെന്നാ ഭ്രാന്ത അച്ഛന്? ദേ, മോൾ ഇതിനൊന്നും കൂട്ടുനിക്കല്ലേ. ഒരു കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ എങ്ങനെ അമ്മച്ചി മുഖത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറയുന്നേ? പറയണം. നാളെ പിറ്റേ നീ പറയുന്ന അച്ഛൻ ഇടവക മാറി എങ്ങോട്ടെങ്കിലും അങ്ങ് പോവും. പിന്നെ ആ കുരിശും ചുമന്നുകൊണ്ട് നടക്കേണ്ടത് ഞാനും എൻ്റെ മോനുമാ. മാറി വരുന്ന അച്ഛൻ നേരെ തലതിരിഞ്ഞ് ഇക്കാര്യത്തിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനും മതി. മോള് തന്നെ ബോബനോട് പറയണം ഇതൊക്കെ മണ്ടത്തരാണെന്ന്. അവന് സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ടായോ? തെറ്റിയും തെറിച്ച് നിങ്ങൾ രണ്ടാളും ഇവിടെ വരെ എത്തി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് തട്ടുമുട്ടും ഇല്ലാതെ നിങ്ങൾ ഒരുമിച്ച് കഴിയണമെന്ന അമ്മച്ചിയുടെ ആശ. ഇനി അത് ശരിയാവത്തില്ല അമ്മച്ചി. 2 തവണ പരീക്ഷിച്ചതാ, തോറ്റു. 3-ാം വട്ടം വേണ്ട. എന്റെ മോന്റെ ജീവിതം പോലെ തന്നെയല്ലേ മോളെ നിന്റെയും? എന്നതാ ഒരു വ്യത്യാസം? രണ്ടാളും അറിഞ്ഞിട്ടില്ല സന്തോഷവും സമാധാനവും. ഒക്കെ ശരിയാ, പക്ഷേ ഒറ്റയ്ക്കുള്ള ജീവിതമാ എനിക്ക് വിധിച്ചത്. എന്ന് മോള് തന്നെ അങ്ങോട്ട് തന്നെത്താൻ തീരുമാനിക്കണ്ട. നിങ്ങൾ രണ്ടാളും ചെറുപ്പമാ. ഇപ്പൊ തോന്നും ഒറ്റാൻ തടി മതിയെന്നൊക്കെ. എന്റെ പ്രായമാവുമ്പോ തിരിഞ്ഞു നോക്കി സങ്കടപ്പെടാനേ പറ്റൂ. ഈ തറവാട്ടിലും നീരേറ്റ് തറവാട്ടിലും സന്തതികൾ വേണ്ടേ മോളെ? ബോബൻ വേറൊരു കല്യാണം കഴിക്കട്ടെ അമ്മച്ചി. അതല്ലേ ഇതിനുള്ള പരിഹാരം? വേറൊരു കല്യാണം? അവന്റെ മനസ്സ് നിറച്ച് നീയാ. പിന്നെങ്ങനെയാ മോളെ വേറൊന്ന് ശരിയാകുന്നേ? ഞാൻ ഇറങ്ങാം അമ്മച്ചി. മോളെ ഒന്നും പറയാതെ പോവാന്നോ? നിയമം ലംഘിച്ചുള്ള വരവാന്നേ ഇത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയില്ല ഇപ്പൊ ഇവൻ, ടീനയുടെ കുഞ്ഞ്. ഞാൻ ഇടപെട്ട് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഞങ്ങളുടെ കയ്യിൽ തന്നേച്ചത്. ബോബൻ നെഞ്ചേന്ന് മാറ്റാതെ കൊണ്ടുകിടന്ന കുഞ്ഞായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ അവനെ തിരിഞ്ഞു നോക്കാത്തെ? ഇങ്ങി താച്ചോ. തൊട്ടു പോകരുത്. എന്നതാ അച്ഛോ ഒരു നാടകം? എന്നാത്തിനാ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് ശരിയാകുകയല്ല അച്ഛോ. ഏതാ ശരി അന്നാമേ? പാവപ്പെട്ട ഒരു കൊച്ചിനെ പണത്തിന്റെയും പകയുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നത്? അതോ അപ്പനും അമ്മയും ഉണ്ടായിട്ടും ഇതിനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നതോ? അച്ഛോ, ഈ കൊച്ചിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിനെ ഞാൻ എന്റെ മകന്റെ കൊച്ചാണെന്ന് കരുതി അച്ഛന്റെ കയ്യിൽ നിന്ന് തിരുരൂപത്തിന്റെ മുന്നിൽ വെച്ചല്ലേ കൈനീട്ടി വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ അറിയാം, ഞാനൊന്നും മറന്നിട്ടില്ല. ഇവന്റെ കൊച്ചാണെന്ന് കരുതി ഞാൻ എന്റെ നെഞ്ചി കിടത്തിയ വളർത്തിയത്. എന്നിട്ടിപ്പോ ആ സ്നേഹമൊക്കെ എങ്ങോട്ട് പോയി അമ്മച്ചേടത്തി? അമ്മച്ചി മാത്രമല്ല, ഞാനും എൻ്റെ മകനാണെന്ന് കരുതി ഒരുപാട് സ്നേഹിച്ചതാ. പാവം കുഞ്ഞ്, ഇവന്റെ വിധി ഇങ്ങനെയായി. അങ്ങനെ പറയരുത് മോനെ. ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് കൈമാറാനല്ല. കോടതി വിധി വരുമ്പോ സ്വന്തം നഷ്ടപ്പെട്ട ഈ കുഞ്ഞിന് സ്നേഹം വേണം, സംരക്ഷണം വേണം. അത് റിച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായച്ചോ. പക്ഷേ ഞാനെങ്ങനാ? മോനെ, എന്നതായാലും കർത്താവിന്റെ മുമ്പിൽ നീ തെറ്റുകാരനാവാൻ പാടില്ല. എന്റെ മകൻ ഇവനെ സ്വന്തം മകനായി കണ്ടു വളർത്തി. ഈ കുഞ്ഞിന്റെ അപ്പനും അമ്മയും സമ്മതിച്ച് കൊച്ചിനെ ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ വളർത്താച്ചോ. അന്നാമ്മേ, നിങ്ങളുടെ ഈ മനസ്സിന് കർത്താവിന്ന് 100 അനുഗ്രഹം കിട്ടും. ടീനയുടെ അനുവാദത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ റിച്ചി, അത് ഞാൻ നോക്കാം. അത് മാത്രം പോരാ, സെലീനെ ഇക്കാര്യത്തിൽ സമ്മതിക്കണം. അവൾ ഇവനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണുമെങ്കിൽ ഞാൻ ഇവനെ സ്വീകരിക്കാം. കർത്താവ് എനിക്ക് തന്നത്
സാത്താന്റെ ജന്മമായി പോയി. അതിന് ഞാൻ കുറ്റക്കാരനാണോ? അല്ല. എന്നാലും എനിക്ക് ശിക്ഷ കിട്ടണമടാ മോനെ. അപ്പച്ചൻ അത് അർഹിക്കുന്നുണ്ട്. ദൈവവിചാരമില്ലാണ്ട് നടന്നതല്ലേ കുറെ കാലം. അതൊക്കെ ഞാൻ അനുഭവിക്കണം. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഒക്കെ നേരെയായെന്നാ തോന്നുന്നേ. മോനെ ബോബ, അപ്പച്ചനിപ്പോ ഒരു കുഴപ്പമില്ലടാ. അപ്പച്ച, പഴയ കാര്യങ്ങളൊക്കെ അപ്പച്ചന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? മറക്കാൻ പറ്റിയതൊന്നും അല്ലല്ലോ അപ്പച്ചൻ ചെയ്തു കൂട്ടിയത്. മറ്റുള്ളവരോട് മാത്രമല്ല, നിന്നോടും അപ്പച്ചൻ ഒത്തിരി ദ്രോഹം ചെയ്തു. കുടിപ്പകം മൂത്ത് കണ്ണു കാണാൻ മേലാണ്ടായതുകൊണ്ടല്ലയോ നീ സെലീനയുടെ കൈയും പിടിച്ച് വീട്ടിൽ കയറി വന്നപ്പോ ഞാൻ ചവിട്ടി ഇറക്കിയത്? അതിന്റെയൊക്കെ പാപം തലയ്ക്കകത്ത് കുന്നിച്ചിട്ടാണടാ അപ്പച്ചൻ ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. ഇച്ചായ, അന്ന് ചെയ്തതിന് ഇപ്പൊ പരിഹാരം ചെയ്യാൻ മേലേ? ചെയ്യാമടി അന്നാമ്മേ, എന്നാ പരിഹാരമാണേലും ഞാൻ ചെയ്യാം. എങ്കി ഇവനെ സെലീനെ നമുക്ക് ഒന്നിപ്പിക്കാൻ മേലേ അച്ചായ? സെലീനോട് ഇച്ചായൻ തന്നെ പറഞ്ഞ അവക്ക് വലിയ സന്തോഷാവും. ഞാൻ പറയാമടി അന്നമ്മേ, സെലീനയും ഇവനും സുഖമായിട്ട് തെങ്ങുമുട്ടി തറവാട്ടി ജീവിക്കട്ടെ. അത് കണ്ട് ആനന്ദിക്കാൻ നിനക്കെങ്കിലും സാധിക്കുമല്ലോ. അപ്പച്ച, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് കോപത്തോടെ എന്റെ നേരെ വിരലും ചൂണ്ടി നിൽക്കുക. നീ തെറ്റുകാരനാണെന്നും പറഞ്ഞ്. പിന്നെ എങ്ങനെയാടാ മോനെ അപ്പച്ചൻ മാറാതിരിക്കുന്നേ? സെലീനയോട് ഒന്നിങ്ങോട്ട് വരാൻ പറ. ഒക്കെ ഞാൻ തന്നെ പറയാം. ഉം. ചെന്നാട്ടെ. അമ്മച്ചി വാ. ആ ആ, ആ ഡോക്ടർ, അപ്പച്ചന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയല്ലേ? എന്നാര് പറഞ്ഞു? അല്ല, അപ്പച്ചന്റെ പെരുമാറ്റവും സംസാരമൊക്കെ വളരെ നോർമലായിട്ട് തോന്നിയല്ലേ? പുള്ളിക്കാരൻ ആദ്യം മൂലം എങ്ങനെയാ? ഞാനും ആശ്വസിച്ചിട്ടുണ്ട്, ഒക്കെ നേരെയല്ലോ എന്ന് ഓർത്ത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മട്ട് മാറും. അതുകൊണ്ട് അപ്പച്ചന്റെ അസുഖം മാറി എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇതന്നെയാടാ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ, ചിലപ്പം നേര് തന്നെ ആയിരിക്കും അമ്മച്ചി. വീട്ടിൽ വെച്ചും ചില സമയത്തൊക്കെ അപ്പച്ചൻ നേരെ ചൊവ്വേ പെരുമാറിയിട്ടില്ലേ? അതുപോലല്ല ഇത്. നിന്റെ അപ്പച്ചനൊന്ന് കണ്ണ് ചിമ്മിയാ പോലും അതിന്റെ പിറകിലെ ചിന്ത മനസ്സിലാക്കുന്നവളാ ഞാൻ. ആ ഡോക്ടർ കള്ളം പറയാ മോനെ. നിന്റെ അപ്പച്ചന്റെ അസുഖമൊക്കെ മാറി. അമ്മച്ചി, അതേടാ, സത്യ അമ്മച്ചി പറയുന്നേ. നിന്റെ അപ്പനിപ്പോ ഒരു അസുഖവും ഇല്ല. ഇതാ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്. ഇത് അങ്ങോട്ട്. ഈശ്വര, കേശു, സദ്യ കാലായില്ലേ? പന്തലിലല്ലേ ഇടാൻ തുടങ്ങിക്കോട്ടെ. മഹേശ്വരൻ എവിടെ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടില്ല. അർജുനൻ എന്തെടുക്കുക? അമേരിക്കയിൽ നിന്ന് വന്ന വിഷ്ണുവും കുട്ടികളൊക്കെ എവിടെ? വിളിക്കവരെ. അവരൊന്നും കല്യാണത്തിന് വന്നില്ല മുതലാളി. ആ, എങ്കിൽ സാരമില്ല. ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ, എന്റെ കുഞ്ഞിന് അത് മതി. ആ, എത്ര കൂട്ടം പായസം? 2 കൂട്ടം. പാൽ പായസോ അടപ്പായസോ? ഓ, തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാ ഇങ്ങനെയാണ്. എടോ, 4 കൂട്ടം പായസം ഇല്ലാണ്ട് ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ടോ? മുതലാളി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? വേണമെന്ന് പ്രത്യേകിച്ച് പറയണോ? അപ്പാപ്പ, ആ, പായസത്തിന്റെ എണ്ണത്തിൽ എന്താ കാര്യം? എനിക്ക് അപ്പാപ്പന്റെ സ്നേഹമുണ്ടല്ലോ, എനിക്കത് മതി. അതാ ശരി. കൊടുക്കും തോറും ഏറി വരുന്ന ധനം അതേ ഉള്ളു കുഞ്ഞേ. അക്കാര്യത്തിൽ അപ്പാപ്പൻ കോടീശ്വരനാ. കൊടുത്തു കൊടുത്തു സമ്പാദിച്ച കോടീശ്വരൻ. അപ്പാപ്പൻ കുറച്ചു നേരം ചെന്ന് കിടക്ക. വാ. ഏയ്, അതൊന്നും പറ്റത്തില്ല. നിന്റെ കല്യാണത്തിന് സദ്യക്ക് വിളമ്പുകാരനായിട്ട് എനിക്കും കൂടണം. അതിന് സദ്യ ഉണ്ണാനൊന്നും ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അപ്പാപ്പ. ഇല്ല, നേരാ. പന്തലും 1000 ആൾക്കാരും അപ്പാപ്പന്റെ കിനാവായിരുന്നു. ഒന്നും നടന്നില്ല.
നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പാപ്പ, ഉം. എന്റെ അപ്പാപ്പനില്ലേ എനിക്ക്? ഉം.